ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ. ഇന്ന് നമ്മൾ ലഞ്ചാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ലഞ്ച് റൈസ്, കോവയ്ക്ക മെഴുക്കുവരട്ടി, ബീഫ് വളർത്തിയത്, വെള്ളക്കടലയുടെ കറി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ ഒരു ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു. ഒരു ഡോക്ടർ ഇട്ടിരിക്കുന്ന വീഡിയോ ആണ്. കേരളത്തിലെല്ലാവരും ചാക്കരി കഴിച്ച് അല്ലെങ്കിൽ പാർബോയിൽഡ് റൈസ് കഴിച്ചിട്ടാണ് ഇങ്ങനെ ആയ വണ്ണം വെച്ചതെന്നൊക്കെ. പക്ഷേ ഞാൻ പറയും, ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണലാണ്. അപ്പോൾ ഞാൻ പറയും, നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ പ്രയോറിറ്റി, നമ്മളുടെ ആവശ്യം എന്താണ് അതിനനുസരിച്ചാണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഇപ്പം ഞാൻ ഇതിനകത്ത് പാർബോയിൽഡ് റൈസാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ആവശ്യം എന്ന് പറയുന്നത്, ഞാൻ കേരളത്തിലെ ഫുഡ് കഴിച്ച് പഠിച്ചതായതുകൊണ്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ ഇച്ചിരി കറികളൊക്കെ ഞാൻ വെക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ശകലം ചോറ് എനിക്ക് വേണം. അത് ഒരു 4 പ്രാവശ്യം ബോയിൽഡ് ചെയ്താലും അതിനകത്തിലെ സ്റ്റാർച്ച് എത്രയും പോകുന്നോ അത്രയും എനിക്കിഷ്ടമാണ്. എനിക്ക് കാർബിൻ്റെയോ സ്റ്റാർച്ചിൻ്റെയോ ആവശ്യമില്ല. അതേസമയം നിങ്ങളൊരു 4 വയസ്സുള്ള ഒരു കുട്ടിക്കാണ് ഇച്ചിരി ചോറ് കൊടുക്കുന്നതെങ്കിൽ അവന് ഇച്ചിരി കാർബിൻ്റെയോ സ്റ്റാർച്ചിൻ്റെയോ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അവനൊരു 2-3 സ്പൂണ് ബസ്മതി റൈസോ അല്ലെങ്കിൽ നമ്മുടെ ഈ എന്താ പറയുക, സ്റ്റിക്കി റൈസ് പോലത്തെ, ജാസ്മിൻ റൈസ് പോലത്തെ എന്തെങ്കിലുമൊക്കെ അവന് കൊടുത്താൽ അവനത് ആവശ്യമാണ്. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ആവശ്യം എന്തോ അതിനനുസരിച്ചാണ്. പിന്നെ കേരളത്തിലെ മനുഷ്യർ എന്ന് പറയുന്നത്, കേരളത്തിലെ ആഹാരം കഴിക്കുന്നവർ വയറ് നിറയാനായിട്ടാണ് അവർ ചോറ് കഴിക്കുന്നത്. അപ്പോൾ അവർ വയറ് നിറയെ ഈ ബസ്മതി റൈസ്, ഒരു പ്ലേറ്റ് ബസ്മതി റൈസാണ് കഴിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അവരുടെ എന്താ പറയുന്നത്, എക്കണോമിക്കലി അത് സ്റ്റേബിളല്ല. രണ്ടാമത് അത് ഒരു പ്ലേറ്റ് ബസ്മതി റൈസ് അത് ഒട്ടും ഊറ്റാതെ ഒട്ടും അത്രയും സ്റ്റാർച്ചിൽ കഴിക്കുന്നതെന്ന് ഓർത്ത് നോക്കിയേ. ഈ ബസ്മതി റൈസും പല പ്രാവശ്യം പ്രോസസ്സ് ചെയ്ത് വരുന്നതാണ്, അത് പോളിഷ് ചെയ്ത് വരുന്നതാണ്. നമ്മൾ നെല്ല് കുത്തി ഉണ്ണുന്ന ചോറിന് വേറൊരു ഇതാണ്, അതുപോലെയല്ല. അപ്പോൾ അതും ഇതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം നമ്മുടെ പ്രയോറിറ്റി എന്തോ അതിനനുസരിച്ചാണ്. ഓക്കെ, അതാണ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ